ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു സോയാ ചങ്ക്സിൻ്റെ ഡ്രൈ ചില്ലിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ അമർത്തി ഓളെന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഒരു 100 ഗ്രാം സോയാ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കുറച്ച് വെള്ളം തിളച്ചിട്ട് ആ സോയാ ചങ്ക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അല്പം മഞ്ഞൾപ്പൊടിയും അല്പം ഉപ്പും ചേർത്ത് നമ്മൾക്കതൊന്ന് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് അതവിടെ അടച്ച് വെക്കാം. എന്നതിന് ശേഷം നമ്മളത് വൃത്തിയായി പിഴിഞ്ഞ് കട്ട് ചെയ്തെടുക്കണം. സോയാ ചങ്ക്സ് എല്ലാം വെള്ളമെല്ലാം വാർത്ത് നല്ല വൃത്തിയായി പിഴിഞ്ഞിട്ടുണ്ട്. നല്ലതുപോലെ പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് ഇതേ വലിപ്പത്തിലാണ് കട്ട് ചെയ്യുന്നത്. വലിയ സോയ ആണെങ്കിൽ 3 പീസോ 4 പീസോ ആക്കണം. ഈ വലിപ്പം തന്നെ കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് ഒരു മസാല കൂട്ട് ഉണ്ടാക്കാനുണ്ട്. അതിനായിട്ടൊരു ബൗളെടുത്തു. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് ഗരം മസാല, 1 സ്പൂണ് മൈദ, 1/2 സ്പൂണ് കോൺഫ്ലവർ. ഇനി നമ്മൾക്ക് അതിലേക്ക് നല്ലതുപോലെ ഒരു 3/4 സ്പൂണ് ജിഞ്ചർ ഗാർലിക് ചതച്ച് പേസ്റ്റാക്കിയതും ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു മുറി ചെറുനാരങ്ങയുടെ നീര്, നല്ല നീരുള്ള ചെറുനാരങ്ങ തന്നെ എടുക്കുക. അപ്പോൾ ആ ചെറുനാരങ്ങ നീരും ജിഞ്ചർ ഗാർലിക്കാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. എന്നതിന് ശേഷം വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതായത് ഒരുപാട് ടൈറ്റിലല്ല ഇത് വേണ്ട, ഒരു അല്പം ലൂസായിട്ട് തന്നെ നമ്മൾ ഈ ബാറ്റർ തയ്യാറാക്കി എടുക്കുക. അപ്പോൾ തരിതരിപ്പായിട്ട് തന്നെ ജിഞ്ചർ ഗാർലിക്ക് നമ്മൾ ചതച്ചെടുത്താൽ മതി. ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ബാറ്റർ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു, ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നമ്മൾക്ക് ചൂടാകുന്ന സമയത്ത് ഇതേപോലെ കുറച്ച് കട്ട് ചെയ്ത സോയ ഈ മസാലയിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇട്ട് കൊടുത്ത് അതിൻ്റെ മേൽഭാഗം ഒന്ന് ഈ മസാല പുരട്ടി കൊടുക്കാം. അപ്പോൾ നമ്മൾ എണ്ണ ചൂടായാൽ നോക്കുന്നുണ്ട്. എണ്ണ ചൂടായി. ഇനി നമ്മൾക്ക് ആ സോയ ചങ്ക്സ് ഓരോന്നായിട്ട് ഇതേപോലെ പെറുക്കി ഇട്ട് കൊടുക്കണം. അപ്പോൾ എന്തായാലും ആ മസാല അതിൽ നിന്ന് വിട്ട് പോരൊന്നുമില്ല. നമ്മൾ മൈദയും കോൺഫ്ലവറും ചേർത്തുകൊണ്ട് തന്നെ അത് നല്ല കണ്ടീഷനായിട്ട് വന്നോളും. ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ അടിവശമൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ മസാല മാത്രം ഒന്ന് വെന്താൽ മതി. ആ കോട്ടിംഗ് ഒന്ന് മൊരിയുന്നത് വരെ മാത്രം നമ്മൾ ചെയ്താൽ മതി. നേരത്തെ ബോയിൽ ചെയ്ത സോയയാണ്. പിന്നെ ഈ സമയം കൊണ്ട് തന്നെ അത് ശരിക്കും വെന്തോളും. ഒരുപാട് അങ്ങോട്ട് നമ്മൾ മൊരിയിച്ച് കഴിഞ്ഞാൽ അത് നല്ലൊരു ഉറപ്പായി കിട്ടും. ഇങ്ങനെ കോരിയെടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു സോഫ്റ്റിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് അടിപൊളി സോയാ ചങ്ക്സ് നമ്മളിവിടെ പൊരിച്ചെടുത്ത് കഴിഞ്ഞു. അപ്പോൾ നല്ലൊരു സോഫ്റ്റായിട്ട് തന്നെ നമ്മൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു തവണ കൂടി നമ്മൾക്ക് അതുപോലെ ഇട്ട് കാണിച്ചു തരാം. ഇതേപോലെ മസാലയിൽ നമ്മൾ കുറച്ച് സോയ ഇട്ടതിന് ശേഷം ഒന്ന് തിരുമ്മി കൊടുത്ത് ഓരോന്നോരോന്നായിട്ട് എടുത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനൊക്കെ നല്ല സൂപ്പറായിരിക്കും. കുട്ടികളൊക്കെ നല്ല ഇഷ്ടപ്പെട്ട് കഴിച്ചോളും. പിന്നെ നമ്മളെ വീട്ടിൽ വല്ല ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഇറച്ചിയും മീനും കഴിക്കാത്തവർക്കൊക്കെ ഇത് കൊടുക്കാം. നല്ലപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ രണ്ടാമതും ഇതേപോലെ ഞാൻ സോയ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത് നമ്മൾ സോയ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു രുചിയാണ്. അപ്പോൾ ഒരു 3-4 തവണയായിട്ട് ഞാൻ അതെല്ലാം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾക്കത് അല്പം കൂടി സോയ കട്ട് ചെയ്ത് ബാക്കിയുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾക്ക് ആകെ ഒരു 80 ഗ്രാം സോയയാണ് ഇപ്പോൾ നമ്മൾ വറുത്തെടുത്തിരിക്കുന്നത്. ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇതല്ലേ, ഞാൻ അതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ അതാ വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വേണ്ടത് ഒരു ഉരുളി അടുപ്പത്ത് വെച്ചു. നേരത്തെ പൊരിച്ച എണ്ണയിൽ നിന്ന് ഒരു 1.5 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് ഒരു 1.5 സവോള നൈസായി കട്ട് ചെയ്ത് ഇതേപോലെ ചേർത്ത് കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ പിന്നെ ഒരു 2 പച്ചമുളക് കട്ട് ചെയ്തും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ലതുപോലെ അത് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ അത് ചെയ്യുക, കരിഞ്ഞു പോകാതെ. ആ സവാളയ്ക്ക് ആവശ്യമുള്ള അല്പം ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് നല്ലതുപോലെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഇതേ കണ്ടീഷൻ ആവുന്ന സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സോയ ചങ്ക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുകൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മളെ സോയ ചങ്ക്സ് ഡ്രൈ ചില്ലി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് ഒരു അല്പം മുളക് പൊടി, ഒരു 1/4 സ്പൂണിൻ്റെ താഴെ മുളക് പൊടി, ഒരു 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുരുമുളക് പൊടി ഇതേപോലെ തരിതരിപ്പായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. അതുകൂടി ചേരുമ്പോൾ നല്ലൊരു രുചിയായി. ആ പുറത്താ സവാള കടിക്കാനൊക്കെ നല്ല ടേസ്റ്റായി. അല്പം കറിവേപ്പില കൂടി ഇപ്പോൾ ചേർത്ത് കൊടുത്തു. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ അടിപൊളി സോയാ ചങ്ക്സ് ഡ്രൈ ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ട് കഴിച്ചോളും. അപ്പം ഞാനത് ഒരു പാത്രത്തിലേക്ക് ഒന്ന് പകർത്തി കാണിക്കാം.
അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ഇന്ന് ചോറിൻ്റെ കൂടെ നമ്മൾക്ക് ഒരു പച്ചക്കറിയുണ്ട്, ഒരു സാമ്പാറാണ്. ഇനി ആ സോയ ചങ്ക്സ് ഡ്രൈയും. അപ്പോൾ അടിപൊളിയായില്ലേ? വീണ്ടും നല്ല വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.